ഈ ഡ്രസ്സല്ല ഇഷ്ടേക്കുന്ന ബ്ലാക്ക് ഡ്രസ്. ശരി. ഇന്ന് നമ്മൾ 3 എടുത്തിട്ട് നേരെ വീഡിയോ എടുക്കാൻ പോട്ടെ. വേറെ ആർക്കും അശ്വലിന് അതിന്റെ കൂടെ അമ്മക്ക് അതാണ് ഇത്. അപ്പൊ നമ്മള് നേരെ യാത്ര ആരംഭിച്ചിട്ടാ പോണത് എമിറേറ്റ്സ് മാള്. അവിടെ പോയി അങ്ങോട്ട് കൊണ്ട് കുറെ അലഞ്ഞിരുന്ന് നടന്നു. കുറെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. വേറെ പണിയില്ലല്ലോ, അതന്നെ നമ്മളെ പണി. പിന്നെ നമ്മള് നേരെ മേലത്തെ ഫ്ലോർക്ക് പോയി എക്സിലേറ്ററും കയറിയിട്ടേ ആ സാധനം തന്നെ മനസ്സിലായില്ലേ. അതൊക്കെ കഴിഞ്ഞ് ബാധിച്ചു വേറെ വീട് എടുക്കുന്ന തിരക്കില്ല. വേറെ എന്തെങ്കിലും അശ്വലിന്റെ അതിന്റെ കൂടെ നമ്മൾ എടുക്കണ്ടേ. അശ്വലുള്ള ഡിസ്കസിലാണ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് നമ്മളെ കൂടെ കൂടി ഞാൻ അശ്വലിനെ മോട്ടറാക്കി നേരെ വിട്ടിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടോക്കെ എന്താ പറയുന്നത്. മോട്ടറാക്കി വിട്ടിട്ടുണ്ട്, അശ്വലിനെ മോട്ടറാക്കി വിട്ടിട്ടുണ്ട് ബാദ്ഷാ. അങ്ങനെ ഫസ്റ്റ് ആളടുത്ത് അവര് അപമാനിച്ചിട്ട് അശ്വലിനെ ഇവിടെ ഒരു അപമാനം ഉറപ്പല്ലേ. പിന്നെ നമ്മള് നോക്കില്ല. ആദ്യം അശ്വലും പാടി എന്തൊക്കെ ഡയലോഗ് നോക്കണ്ട് യൂട്യൂബിലൊന്നും എന്താ മനസ്സിലായില്ല. നമ്മളെ കണ്ടിരുന്ന് ആസ്വദിച്ച് അപ്പോഴാണ് നമ്മളെ ചെക്ക അപ്രതീക്ഷയായി കയറി വന്നത്. നമ്മളെ കമ്പനിക്കാരനാണ്. ഓനായിട്ട് കുറച്ച് സംസാരിച്ച് നേരെ വിട്ട് അടുത്ത വഴി എടുക്കാൻ അശ്വലിന് മടി. അശ്വലിന് എപ്പോഴും ഈ മടി. അശ്വലിനെ നമ്മൾ തള്ളിവിട്ട് നേരെ മോട്ടറാക്കി. അവിടെ പോയപ്പോ തന്നെ അവരാഞ്ചര കറക്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ എമിറേറ്റ്സിനോട് യാത്ര ആരംഭിച്ചിട്ടാ. കളിയാക്കിക്കട്ടെ. കനാൽ ബോയ്സും ടീമും വരും ഒരു ദിവസം. പക്ഷേ കനാൽ ബോയ്സും ടീമും വരും. അപ്പത്തിന് അടുത്ത മാളിൽ കയറി പോയ പാട്ടിന് ഫ്രണ്ട് ഒരു പോലീസ് ജീപ്പൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളതൊന്നും നോക്കില്ല, നേരെ ഉള്ളി കയറിയപ്പോ ഏതാ വൈബ് നോക്കി നടക്കാൻ പറ്റൂല. എവിടെയൊക്കെ പോയി ഇരിക്കണം എന്നാലോചിച്ച് അവിടെ പോയി അശ്വൽ ചാറ്റിങ് തുടങ്ങി. അശ്വൽ സ്ഥിരമുള്ള പരിപാടിയാണ്. അതൊക്കെ നമ്മളോട് ഇരുന്നപ്പോൾ ആലോചിച്ച് നിസ്കരിക്കാൻ പോകണം. എങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. നേരെ ഒള്ളുകൊടുക്കാൻ വിട്ട്. ഒള്ളുകൊടുക്കൽ കഴിഞ്ഞ് നേരെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആലോചിച്ച് യാത്ര ചെയ്യുന്നു. വീഡിയോ അതിന്റെ ടൈം ചെയ്യുന്നു. അപ്പൊ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ ഓക്കെ ബൈ.